ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണസദ്യ വിഭവങ്ങളിൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തോരനും ഒരു ഓലനുമാണ്. എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് ഓരോ റെസിപ്പികളും ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ കമൻറ്റും ലൈക്കും അത് നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം തോരൻ റെഡിയാക്കാം. അതിലേക്ക് ഒരു 150 ഗ്രാം ക്യാബേജ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു പച്ചമുളക്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ നമ്മുടെ ക്യാബേജും ക്യാരറ്റും നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുഞ്ഞ് കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിക്കാം. കടുകിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഒരു ലൈറ്റായിട്ട് കളർ ചേഞ്ച് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു ഇതിൽ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു സവാള നമ്മൾ എടുത്ത് വെച്ചിരുന്നത് നന്നായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് കളർ ചേഞ്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല വൃത്തിക്കൊന്ന് ഇളക്കി ഒന്ന് തട്ടി പൊത്തി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നമുക്കതിനെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കടുക് വറുക്കുകയൊന്നും വേണ്ട, നമ്മൾ ആദ്യം എല്ലാം ചെയ്തതുകൊണ്ട്. അങ്ങനെ സദ്യ സ്പെഷ്യൽ തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓലൻ വെക്കാനായിട്ട് ഇതാണ്ട് ഒരു 250 ഗ്രാം കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ആ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ 2-3-4 കാന്താരിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഒരു 2 പച്ചമുളക് കീറിയിട്ടാൽ മതി. കാന്താരി ഇല്ലെങ്കിൽ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ ഒരു പകുതി വേവാകുമ്പോൾ, അതായത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈക്കൊരു 2 കൈപ്പിടി ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ അളവ് കറക്റ്റായിട്ട് പറയുന്ന പുതിയതായിട്ട് പാചകത്തിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അതുകൊണ്ടാണ് കേട്ടോ. അതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ പറ്റിച്ച് എടുക്കണം. നമ്മുടെ 1-ാം പാലിൽ കിടന്ന് ആ കുമ്പളങ്ങായി നമ്മൾ ഇട്ട് കൊടുത്ത പയറും കൂടി നല്ലപോലെ പറ്റി വരണം. ഇനി അത് പറ്റി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മളിത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് ഒന്ന് ചൂടായി എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഓലനും റെഡിയാവും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ സദ്യ സ്പെഷ്യൽ തോരനും ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുന്നേയുള്ള നമ്മുടെ റെസിപ്പികൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ മുകളിൽ കാർഡായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ മതി. ഓണം സദ്യ വിഭവങ്ങൾ എന്നൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ അതിനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.